ഇന്ന് നമുക്ക് പച്ചക്കുരുമുളക് വെച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അതിന്റെ ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം കേട്ടോ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് തേങ്ങയാണ്. അത് അരമുറി ചിരകിയപ്പോഴാണ് 1.5 കപ്പ് തേങ്ങ എനിക്ക് കിട്ടിയത്. ഒരു തിരി കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ട്, പച്ചക്കുരുമുളക്. ഇതിൽ കുറച്ച് ഭാഗം ഉണങ്ങിപ്പോയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, നമുക്കിതിൽ പകുതി മതിയാവും അരമുറി തേങ്ങയ്ക്ക്. കുരുമുളക് ഓരോണക്കം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു റെസിപ്പി ഉണ്ടാക്കാലോ എന്ന് ഞാൻ ചിന്തിച്ചത്. വേറൊരു കാര്യം പറയാനുള്ളത്, പച്ചക്കുരുമുളകിന്റെ ഇടയ്ക്ക് ഒരു തരം ഫംഗസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇടയ്ക്ക് നമുക്ക് കാണാം വെളുത്തിട്ട് ഒരു പൊടി പോലെ, ഇതുപോലെ. അപ്പോൾ നമ്മൾ എപ്പോഴും റെസിപ്പിക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ അത് ഉതിർത്തിട്ടിട്ട് 3-4 തവണ കൈകൊണ്ട് നന്നായി ഒന്ന് ഞെരടി കഴുകിയിട്ട് വേണം നമ്മൾ റെസിപ്പിയിലേക്ക് ഉപയോഗിക്കാൻ. ഇത് അതുപോലെ നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്തതാണിത്. ഇത് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉണ്ട്. 1.5 കപ്പ് തേങ്ങയ്ക്ക് ഈ 2 ടേബിൾ സ്പൂൺ കുരുമുളക് മതിയാകും. അതിൽ കൂടിപ്പോയാൽ ഒരു കുത്തുന്ന തരം ടേസ്റ്റ് വരും. കുരുമുളകിന്റെ എരിവ് അറിയാലോ. അപ്പോൾ ഇതാ നമ്മൾ കഴുകി വെച്ച പച്ചക്കുരുമുളക് തേങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1.5 കപ്പ് തേങ്ങയ്ക്ക് 2 ടേബിൾ സ്പൂൺ പച്ചക്കുരുമുളക്. അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 15 ഗ്രാം ഇഞ്ചിയാണ്. ഇഞ്ചി ഇതിൽ കൂടിപ്പോണ്ട കേട്ടോ. കുരുമുളകിനും ഇഞ്ചിക്കും ഒരു നല്ലൊരു കുത്തുന്ന ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതിൽ കൂടിപ്പോണ്ട. ഒരു 2 തണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രഷ് കറിവേപ്പില തന്നെ എടുത്തോളൂ കേട്ടോ. അത് ചമ്മന്തിക്ക് ഒരു ഇളം പച്ച നിറം കൊടുക്കാനും നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ സാധാരണ ചമ്മന്തിക്ക് ചേർക്കാറുള്ളത് പോലെ ചെറിയുള്ളി ഒരു 6 അല്ലി എടുത്തിട്ടുണ്ട് ഞാൻ, മീഡിയം സൈസിലുള്ളത്. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. നമ്മുടെ കാന്താരി മുളകില്ലേ, അതൊരു ചെറുത് 2 എണ്ണം ചേർക്കുന്നത് ഇതിനൊരു പ്രത്യേക രുചി കൊടുക്കാൻ സഹായിക്കും. ഇഞ്ചിയും കാന്താരിമുളകും കുരുമുളകും ഒക്കെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ വീട്ടിൽ ഉപ്പ് കുറച്ച് കുറവാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ളത് പോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി പുളിക്ക് വേണ്ടി ഒരു 1/2 കപ്പ് തൈര് എടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം പുളിയുള്ള തൈരാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത്. ഒരുപാടായി പോവുകയും ചെയ്യരുത്, തീരെ ഇല്ലാതെയും പാടില്ല കേട്ടോ. തൈരിന് പകരം പുളിക്കായിട്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ചെറിയ കഷ്ണം പച്ചമാങ്ങ ചേർക്കാം, അല്ലെങ്കിൽ വാളൻ പുളി, ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള അത്രയും പുളി ചേർക്കാം. ഇനി അല്ല 1-2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. പിന്നെ വാളൻ പുളി ചേർത്ത് കഴിഞ്ഞാൽ ചമ്മന്തിയുടെ നിറം ഒന്ന് മാറിപ്പോകും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് തൈര് തന്നെയാണ്. തൈര് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു ചമ്മന്തിക്ക് ഒരു നല്ലൊരു ടെക്സ്ചർ കൊടുക്കും. പിന്നെ വയറിന് നല്ലതാണ്, ഒരു സൂത്ത് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് അത് കഴിച്ചാൽ വയറിന്. പിന്നെ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനും തൈര് സഹായിക്കും. ഇപ്പം നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് ചേർത്ത് ഒരു ചെറിയ തരിതരിപ്പിൽ അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, കുരുമുളകിന്, പച്ചക്കുരുമുളകിനായാലും ഉണക്ക കുരുമുളകിനായാലും ഇരിക്കും തോറും ഒരു പഞ്ചൻസി, ആ കുത്തുന്ന ടേസ്റ്റ് കൂടും. അതുകൊണ്ട് ഇതെപ്പോഴും ഫ്രഷ് ആയിട്ട് അരച്ച് കഴിക്കുന്നതാണ് നല്ലത്. കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ആ കുത്തുന്ന ടേസ്റ്റ് കൂടി വരും. അപ്പം നമ്മുടെ പച്ചക്കുരുമുളക് ചമ്മന്തി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതേപോലെ വീട്ടിൽ പുളിയുടെ ഓപ്ഷൻസ് ഒക്കെ മാറ്റി വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. കമൻറ്റിൽ ഇട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.